ഒരു കറുത്ത കഷ്ണം തുണി കൊണ്ട് തികച്ചും ജനാധിപത്യപരമായ ഒരു സമരം നടത്തിയതിന്റെ പേരിൽ അതിക്രൂരമായിട്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തകരെ കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ മർദ്ദിച്ചത്. നൂറുകണക്കിന് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. നിരവധി സഹപ്രവർത്തകർക്കെതിരായിട്ട് കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാത്ത തരത്തിലുള്ള കള്ളക്കേസുകൾ ഫ്രെയിം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എത്ര ഇടങ്ങളിലാണ് പെൺകുട്ടികളായിട്ടുള്ള സമര പോരാളികളുടെ വസ്ത്രം ബോധപൂർവം പോലീസ് വലിച്ചു കീറുന്ന സാഹചര്യമുണ്ടായത്. പെൺകുട്ടികളുടെ തലമുടിയിൽ ബൂട്ടുകൊണ്ട് ചവിട്ടി തെരുവിലൂടെ അവരെ വലിച്ചിഴയ്ക്കുന്ന സാഹചര്യമുണ്ടായി. ഞാൻ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകർ ഈ സർക്കാർ എടുത്ത കേസുകളുടെ പേരിൽ ജനാധിപത്യപരമായ സമരം ചെയ്തതിന്റെ പേരിൽ ഇരുമ്പഴിക്കുള്ളിലാകുന്ന സാഹചര്യമുണ്ടായി. ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചും ഹെൽമറ്റ് വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചും കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച ഗുണ്ടാ സംഘത്തിന് ജീവൻ രക്ഷാ സേന എന്ന പേര് നൽകിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അക്രമത്തിന്റെ രക്ഷകർത്താവായി മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടു. കോടതി പോലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ പോലീസിലെ ഗുണ്ടാ പടയാളികൾക്ക് ഗുഡ് സർവീസ് എൻട്രി മുഖ്യമന്ത്രി നേരിട്ട് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. സമരം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ മാത്രം നിരവധി മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് ഗൂഢാലോചന കേസുകൾ എടുക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു ചെറിയ എതിർശബ്ദത്തെ പോലും ഇത്ര ക്രൂരമായും രൂക്ഷമായും അടിച്ചമർത്തുന്ന ഈ പ്രവണതയെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നല്ലാതെ വേറെ എന്തെങ്കിലും വിളിക്കാൻ നമുക്കുണ്ടോ? അങ്ങനെ ഈ അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ നടത്തിയതിനു വേണ്ടിയിട്ടാണ് നവകേരള സദസ്സ് എന്നൊരു ധൂർത്ത് ബസ് ഈ കേരളത്തിന്റെ പൊതുവീതിയിലൂടെ ഓടിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇത്രയൊക്കെ ഉരുക്കുമുഷ്ടി കൊണ്ട് സമരത്തെ അമർച്ച ചെയ്യുവാൻ ശ്രമിച്ചിട്ടും ഞങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, സർക്കാർ ഈ അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് കൂടി ഈ നവകേരള സദസ്സ് എന്ന ധൂർത്ത് വണ്ടി കൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹം എന്ത് നേടി എന്ന് വിശദീകരിക്കുവാൻ ഈ സർക്കാർ തയ്യാറാകണം. ഞാനടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ജയിലിൽ കിടക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? നമ്മുടെ നാട്ടിൽ ഈ ധൂർത്തിന്റെ വണ്ടി അതിരാവിലെ ഓടുമ്പോഴാണ് 5 മാസത്തിലധികമായി നമ്മുടെ നാട്ടിലെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മുടക്കം വരുന്ന സാഹചര്യമുണ്ടായത്. കർഷകാത്മഹത്യകൾ തുടർക്കഥയായി മാറുന്ന സാഹചര്യമുണ്ടായി. വിലക്കയറ്റം ദൈനംദിന വാർത്തയായി മാറി. സപ്ലൈകോയിലൂടെ മറ്റും ലഭിക്കുന്ന സബ്സിഡി ഐറ്റങ്ങൾക്ക് പോലും ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള വിലക്കയറ്റമുണ്ടായി. സർക്കാർ നൽകുന്ന ഓരോ സേവനത്തിന്റെയും ഫീസ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. കറണ്ട് ചാർജ്, വെള്ള ചാർജ് എന്നു വേണ്ട അത്തരത്തിലുള്ള എല്ലാ സേവനങ്ങൾക്കും സർക്കാർ നികുതിയോ ചാർജോ വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നുപോലും ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിൽ വന്ന വാർത്ത, കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി അപേക്ഷിച്ച കുട്ടികൾക്ക് പണം കൊടുക്കുവാൻ സർക്കാർ വിസമ്മതിക്കുന്നു എന്നുള്ള വാർത്തയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ മരുന്നുകളില്ലാത്ത വാർത്ത നിത്യവും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം ഈ നാട്ടിൽ നടക്കുമ്പോൾ അതിനെതിരായി സമരം ചെയ്തതിന്റെ പേരിൽ 9 ദിവസമല്ല ഈ സർക്കാരിന്റെ പോലീസ് എടുത്തിരിക്കുന്ന വിവിധ വകുപ്പുകൾ പ്രകാരം അവർ പറയുന്ന പരമാവധി ശിക്ഷയായ 10 വർഷം കഠിന തടവിന് വിധിച്ചാലും ഈ സമരത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകുവാൻ യൂത്ത് കോൺഗ്രസ് ഒരുക്കമല്ല എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്.